ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ അധികാരമേറ്റ കോൺഗ്രസ് ഭരണകാലം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. അന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സീറ്റ് വളരെ പരിതാപകരമായിരുന്നു. ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും കാരുണ്യം കൊണ്ടാണ് അന്ന് കോൺഗ്രസ് കേരളത്തിലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചത്. എന്നാൽ അന്ന് പല പ്രശ്നങ്ങളാലും കോൺഗ്രസ്സിന് നല്ലൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അതിൻ്റെ ഫലമായി തുടർച്ചയായി 2 പ്രാവശ്യം ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കുകയും ചെയ്തു. സോളാർ അഴിമതിയും അതുപോലെ തന്നെ ബാർ കോഴയുമൊക്കെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ വലിയ കലാപങ്ങൾ വരെ തെരുവിൽ മറ്റു പാർട്ടികൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് സ്വതന്ത്രമായി മത്സരിക്കാൻ കഴിയുന്ന കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കുക എന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വലിയൊരു സ്വാധീനം ലീഗിനെ സംബന്ധിച്ചുണ്ട്. ലീഗിൽ മിക്ക ആളുകളും വലിയ തോതിൽ അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അതുപോലെ തന്നെ മറ്റു പല ഘടകകക്ഷികളും ഷിബു ബേബി ജോണിൻ്റെ പാർട്ടിയാണെങ്കിലും രമ, അതുപോലെ മറ്റേ കേരള കോൺഗ്രസിൻ്റെ ജേക്കബ് വിഭാഗം, അങ്ങനെ പല പാർട്ടികളും ചെറിയ പാർട്ടികളുടെ ഘടകങ്ങളൊക്കെ എടുത്താൽ അവരുടെയൊക്കെ പ്രതിനിധികൾ അവിടെ നിന്ന് ജയിച്ചു വരികയും കോൺഗ്രസ്സിനുള്ളിലെ സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്താൽ അത് കോൺഗ്രസ്സിന് അടുത്ത വർഷവും അടുത്ത ഭരണകാലത്തും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കോൺഗ്രസ്സിന് സ്വതന്ത്രമായി ഭരിക്കണമെങ്കിൽ കോൺഗ്രസ്സിനുള്ളിൽ വലിയ സീറ്റുകളുടെ പ്രാധാന്യം ഉണ്ട്. നല്ലൊരു ശതമാനം, ഒരു 60-70 സീറ്റുകളെങ്കിലും മിനിമം കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ജയിക്കണം. അങ്ങനെ ജയിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ കോൺഗ്രസ് സൃഷ്ടിക്കുക തന്നെ വേണം. അതിന് വേണ്ട ഒരു പ്രയത്നം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ആവശ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി എറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. സീനിയർ ജൂനിയർ എന്ന രീതിയിൽ മത്സരിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ വനിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കോൺഗ്രസ് എന്നും നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ്സിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കോർ കമ്മിറ്റിയിൽ ഒരു ഷാനിമോൾ ഉസ്മാൻ മാത്രമാണുള്ളത്. 17 അംഗ കോർ കമ്മിറ്റിയാണെന്ന് നോക്കാം. 17 അംഗ കോർ കമ്മിറ്റിയിൽ സ്ത്രീക്കുള്ള പ്രാധാന്യം എത്ര കുറവാണ് എന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഷാനിമോൾ എന്ന ഒരേ ഒരാളെ മാത്രം ആ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഒരു വലിയ പ്രാധാന്യം സ്ത്രീകൾക്ക് കോൺഗ്രസ്സിനില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെയൊരു സാഹചര്യം കോൺഗ്രസ്സിലുണ്ടാകും. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ആ ഒരു നിയമസഭാ സീറ്റുകളിൽ ചുരുങ്ങിയത് ഒരു 20 എണ്ണത്തിലെങ്കിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കോൺഗ്രസ്സിന് കഴിയണം. അത് ജയിക്കാനും അവർക്ക് കഴിയണം. അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ്സിന് ശക്തമായ അടിത്തറ ഉണ്ടാവുകയുള്ളൂ.